അങ്ങനെ ഹീറോയും ഒരേ നേരത്തിൽ 13 വർഷം പിന്നോക്കം പുനർജനിക്കുകയാണ്. എന്നാൽ ആ ദിവസം തന്നെയായിരിക്കും ഹീറോയുടെ ബർത്ത്ഡേയും അതുപോലെ തന്നെ അവളെ പ്രപ്പോസ് ചെയ്യുന്ന ദിവസമായിരിക്കും. ഇവളും പുറത്തേക്ക് വരുമ്പോൾ ഒരു റൂമിൽ ഒരു കൂട്ടം ആളുകളെ കാണുകയാണ്. അപ്പോഴേക്കും ഒരു ലേഡി വന്ന് ഹീറോ അവളെ നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോയി. ഹീറോയും 13 വർഷം പിന്നോക്ക് പുനർജനിച്ചതായി അറിയുകയാണ്. സോ അവൻ അവളെ പ്രപ്പോസ് ചെയ്യാതെ മറ്റേ ലേഡിയാകും പ്രപ്പോസ് ചെയ്യുക. പക്ഷെ ഫ്രണ്ട്സ് എല്ലാവരും ഇത് കണ്ട് ഷോക്കായി. ഹീറോയിനാകും പ്രപ്പോസ് ചെയ്യുക എന്നാണ് കരുതിയത്. ഇവനിങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഹീറോയിന് അതിൽ കൂടുതലായിരിക്കും സന്തോഷം. ശേഷം അവൾ വീട്ടിലേക്ക് എത്തുമ്പോൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയതിൽ അവളുടെ പാരൻസ് അവൾക്കായിട്ട് കുറേയേറെ സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കൺഫ്യൂഷനാകും അവർ. കഴിഞ്ഞ ജന്മത്തിൽ യൂണിവേഴ്സിറ്റി പ്രവേശിച്ച് അധികം താമസിക്കാതെ അവരുടെ പാരൻസ് ഒരു അപകടത്തിൽ മരിച്ചുപോയി. 15 വർഷങ്ങൾക്ക് ശേഷം അവരെ കാണുമെന്ന് ഒട്ടും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഓടിയെത്തി അവരെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും അവളുടെ അച്ഛൻ പറയുന്നുണ്ട് അവിടെ ക്ലാസ്മേറ്റ് വന്നെന്നും അവളുടെ മാല ഇവിടെ വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞ് കൊടുക്കാനായി ഏൽപ്പിച്ചു. ആ മാല കാണുമ്പോഴാണ് അവളൊന്ന് ഷോക്കാവുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ അവളുടെ പാരൻസ് മരിച്ച സംഭവത്തിൽ തന്നെ ഈ ഒരു മാല ലഭിച്ചിരുന്നു. അപ്പോൾ അന്ന് അവളുടെ പാരൻസിന് സംഭവിച്ച അപകടം യാദൃച്ഛികമല്ല. ഉടനെ അവൾ അച്ഛനോട് ആരാണ് വന്നത് പേര് ചോദിക്കുമ്പോൾ അവൾ ഞെട്ടി. ആ അപകടം സൃഷ്ടിച്ച തന്നെ ആ ലേഡിയാകുമെന്ന് അവൾക്ക് മനസ്സിലായി. പിറ്റേന്ന് ഹീറോ ആ ലേഡിയുമായി കൊഞ്ചിക്കൊഴുകയാണ്. എന്നിട്ട് ഫ്രണ്ട്സിന് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ക്ലാസ്സിലുള്ളവർക്ക് അറിയാമായിരുന്നു ഹീറോയ്ക്ക് ഹീറോയിനാണ് ഇഷ്ടം. പെട്ടെന്ന് എന്ത് പറ്റി ഇവളെ ഇഷ്ടപ്പെടാനെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും ഹീറോയിൻ ക്ലാസ്സിൽ വരുന്നത്. അവൾ ഭയങ്കര സന്തോഷത്തിലാകും. പോരാത്തതിന് ഇന്ന് അവരുടെ പരീക്ഷ ഫലം അറിയുന്ന ഡേയും കൂടിയാണ്. ബിസിനസ് പ്രോഗ്രാമിൽ ഹീറോയ്ക്കും ടോപ്പ് സ്കോർ വാങ്ങിച്ചത്. കൂട്ടത്തിൽ പ്രൊഫസർ കെമിസ്ട്രി പ്രോഗ്രാമിനും ഒരാൾ ടോപ്പ് സ്കോർ വാങ്ങിച്ചിട്ടുണ്ട്. അതാരാണെന്ന് ചോദിക്കുമ്പോഴാകും അത് ഹീറോയിനാണെന്ന് പ്രൊഫസർ അനൗൺസ്മെന്റ് ചെയ്യുന്നത്. ഇത് കേട്ട ഹീറോ ഞെട്ടി. സത്യത്തിൽ അവൾ ബിസിനസ് പ്രോഗ്രാമിലായത് തന്നെ ഹീറോ പറഞ്ഞുകൊണ്ടാണ്. സോ അവൾ പ്രൊഫസറിനോട് പറഞ്ഞ് കെമിസ്ട്രി സ്വിച്ച് ചെയ്ത് ബിസിനസ്സിലേക്ക് മാറി. ഈ വീണ് കിട്ടിയ ജീവിതം അവളുടെ ജീവിതമാണ്. അതിനാൽ അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം.